ഈശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ വാക്കുകളുടെ വെളിച്ചത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിന്റെ നാവ് സൽപ്പേര് നശിപ്പിക്കുന്ന ക്ഷൗരക്കത്തിയോ? സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നാവിന് അങ്ങനെ ഒരു നശീകരണ ശക്തി ഉണ്ടാകാം. വേണമെങ്കിൽ കത്രിക കൊണ്ട് മുറിക്കാം, കത്തി കൊണ്ട് വടിക്കാം. നമ്മുടെ സൽപ്പേരിനെ മുറിക്കാനോ വടിക്കാനോ സാധിക്കും മറ്റൊരാളുടെ സൽപ്പേര് നമുക്കും ആ രീതിയിൽ നശിപ്പിക്കാൻ പറ്റും. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാവ് ക്ഷൗരക്കത്തി പോലെ മൂർച്ചയുള്ളതാകുന്നു എന്ന് ഈ വിശുദ്ധൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് വലിയ സമ്പത്തായിട്ട് കാണാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതിനോട് തുലനം ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ കോടികൾ ഒന്നുമല്ല എന്നുള്ളത് തിരിച്ചറിയണം. അതിനേക്കാൾ വിലയുള്ള സമ്പത്തായിട്ട് നമ്മൾ കാണേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് ആത്മീയ സമ്പത്ത്. അതെപ്പോൾ ഉണ്ടാവും? 1 കൊരിന്തോസ് 1-ാം അധ്യായം 5-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ എല്ലാവിധത്തിലും ദൈവം സമ്പന്നരാക്കുന്നു. പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വചനത്താലും വിജ്ഞാനത്താലും. ദൈവവചനത്തിൻ്റെ അഭിഷേകം നമുക്കുണ്ടോ? നമ്മൾ സമ്പന്നരാണ്. ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം നമുക്കുണ്ടോ? നമ്മൾ സമ്പന്നരാണ്. അതൊക്കെ കോടികളുടെ ആസ്തിയുള്ളതിനേക്കാൾ വിലപിടിപ്പുള്ള കാര്യങ്ങളായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം 15 മുതൽ ഒന്ന് വായിക്കുമ്പോൾ ഒരുപാട് വിലപിടിപ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് അവിടെ സൂചനയുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുകയാണ്, ജ്ഞാനത്തോട് തുലനം ചെയ്യുമ്പോൾ ഇവയെല്ലാം എത്ര നിസാരം, എത്ര വില കുറഞ്ഞ കാര്യങ്ങൾ. ദൈവിക ജ്ഞാനം, അതിൻ്റെ അഭിഷേകം, അതാണ് ഏറ്റവും വലിയ സമ്പത്തായിട്ട് എടുത്തു കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് സൗഹൃദം, നല്ല ഫ്രണ്ട്ഷിപ്പ്. ദൈവമായിട്ടാകാം, നല്ല കൂട്ടുകാരുമായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു തറ കൂട്ടുകെട്ട് അതുമായിട്ട് മുമ്പോട്ട് പോകാം. തറ സുഖം ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പോകാം. നല്ല കൂട്ടുകെട്ട്, ഇനി അതിന് വലിയ ശക്തിയുണ്ട്, അത് വലിയ ഒരു സമ്മാനമാണ്, വിലയുറ്റ ഒരു കാര്യമാണ് എന്നെല്ലാം കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. യോഹന്നാൻ 15:15 അവിടെ കർത്താവ് പറയുന്നൊരു കാര്യം, നിങ്ങൾ എൻ്റെ കൂട്ടുകാരാണ്, സുഹൃത്തുക്കൾ. ഐ കോൾ യു മൈ ഫ്രണ്ട്. വേലക്കാരനെന്നൊന്നും അല്ല ദൈവം നമ്മളെ വിളിക്കുക. മറ്റുള്ളവർ ഒരുപക്ഷെ നമ്മളെ വേലക്കാരായിട്ട് കണ്ടേക്കാം, കൂലിക്കാരായിട്ട് കണ്ടേക്കാം, താഴ്ന്നവരായിട്ട് കണ്ടേക്കാം, നിസ്സാരരായിട്ട് കണ്ടേക്കാം. പക്ഷെ ദൈവം പറയാണ്, യു ആർ മൈ ഫ്രണ്ട്, നീ എൻ്റെ സുഹൃത്താണ്. ദൈവവുമായിട്ട് ഈ ഒരു സൗഹൃദം നമുക്കുണ്ടായാൽ എപ്പോഴെങ്കിലും നമ്മൾ വിലയില്ലാത്തവരെന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. മറ്റൊന്ന് കൂട്ടുകാരുമായിട്ട്. നമ്മൾ പ്രഭാഷകൻ 6-ാം അധ്യായം 14, 15, 16 വചനങ്ങളൊന്ന് വായിച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നല്ല കൂട്ടുകെട്ടിൻ്റെ വില, അത് രത്നങ്ങളെക്കാൾ വിലയുള്ളതാണ്. അതുപോലെ വിലയുറ്റ മറ്റൊന്ന് നമുക്ക് ചിന്തിക്കാനില്ല. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുക, നല്ല സുഹൃത്ത് ബന്ധം മറ്റുള്ളവരുമായിട്ട് ഉണ്ടാവുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്, വലിയ സമ്പത്തായിട്ട് കാണാൻ പറ്റുന്നതാണ് സൽപ്പേര്. സൽപ്പേര്, ഗുഡ് നെയിം ഉണ്ടാക്കാൻ ദുഷ്കരമാണ്, കളയാൻ വളരെ എളുപ്പമാണ്. ഉള്ള സൽപ്പേര് നശിപ്പിക്കാൻ ഒരു നിമിഷം മതി, ഒരു പ്രവൃത്തി മതി. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ അതിന് അധ്വാനിക്കണം. സൽപ്പേര്. സുഭാഷിതങ്ങൾ 22 1-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സൽകീർത്തി അളവറ്റ സമ്പത്തിനേക്കാൾ വിലയുള്ളതാണ്. അപ്പം അതിൻ്റെ മൂല്യം കണ്ടോ? അളവറ്റ സമ്പത്തിനേക്കാൾ വിലയുള്ളതാണ് സൽകീർത്തി. ഇതിൻ്റെ നേരെ വിപരീതം നമുക്ക് കാണാൻ സാധിക്കും ദുഷ്കീർത്തി. അതും വരുത്തി വെക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അതിന് ശേഷം അതൊന്ന് മാറ്റിയെടുക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. പ്രഭാഷകൻ 6-1-ാമത്തെ വചനം തന്നെ അവിടെ പറയുന്നുണ്ട്, ദുഷ്കീർത്തി എന്തൊക്കെയാണ് കൊണ്ടുവരിക നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്? അപമാനവും നിന്ദനവും ഉളവാക്കും ദുഷ്കീർത്തി. നമ്മൾ സമ്പത്തായിട്ട് കാണേണ്ടത് സൽകീർത്തിയാണ്. നമ്മൾ അന്വേഷിക്കേണ്ടത് സൽകീർത്തിയാണ്, അധ്വാനിക്കേണ്ടത് അതിനുവേണ്ടിയാണ് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളാരും ആരുടെയും സൽപ്പേര് വടിച്ചു കളയുന്ന ബാർബറാകരുത്. ബാർബർമാരുടെ അടുത്ത് ചെന്നാൽ നമുക്കറിയാലോ, അവർ വേണമെങ്കിൽ താടി ഡ്രിം ചെയ്യും, മുടി അവർ മുറിക്കും, അതുപോലെ തന്നെ താടി വടിച്ചു തരും, തല വടിച്ചു തരും. ഇതെല്ലാം അവർ ചെയ്യുന്നൊരു കാര്യം. ഏതാണ്ട് അതുപോലെ മറ്റുള്ളവരുടെ സൽപ്പേര് മുറിക്കുന്ന, വടിക്കുന്ന ബാർബറെ പോലെ നമ്മൾ ഒരു കാരണവശാലും മാറരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെയാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നത്, നിന്ദകരുടെ നാവ് മൂർച്ചയേറിയ ക്ഷൗരക്കത്തി പോലെ സൽപ്പേര് പൂർണ്ണമായും മുറിച്ചോ വടിച്ചോ കളഞ്ഞേക്കാം. നിന്ദകരുടെ നാവ് അങ്ങനെ ഒരു നാവല്ല നമുക്ക് ഉണ്ടാകേണ്ടത്. 2 രീതിയിൽ ഈ സൽപ്പേര് നമുക്ക് വടിച്ചു കളയാൻ പറ്റും. ഒന്ന്, നമ്മളായിട്ട്
ഞാൻ കേട്ടാണ് ഒരു മനുഷ്യൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ ഇന്ന് അനുഭവിക്കുന്ന അപമാനം അല്ലെങ്കിൽ ദുഷ്കീർത്തി വളരെ വലുതാണ്. അവർക്ക് എന്നോട് ഒരു ബഹുമാനവും ഇല്ല, ഒരു മീച്ചവും ഇല്ല. എൻ്റെ കാരണം ഒരവിഹിത ബന്ധം, എനിക്കുണ്ടായിരുന്ന അവിഹിത ബന്ധം പിടിക്കപ്പെട്ടു. അത് പുള്ളിക്ക് മറച്ചു വെക്കാൻ പറ്റിയില്ല. അമ്മയും മക്കളോട് കൂടി അത് എസ്റ്റാബ്ലിഷ് ചെയ്തു, തെളിവ് സഹിതം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന അപമാനം, നിന്ദനം വളരെ വലുതാണ്. ഇത് നമ്മളായിട്ട് വരുത്തി വെച്ചതല്ലേ. ഇങ്ങനെയുള്ളത് ഈ ചില മുത്തങ്ങാപ്പുല്ലൊക്കെ വേരോടെ പിഴുതെറിഞ്ഞാൽ അത് പിന്നെ കെടുത്തു വരാൻ പാടാം. ഏതാണ്ട് അതുപോലെയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ ആ ഒരു സൽപ്പേര് വീണ്ടും പണിതുയർത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. രണ്ടാമത്തേത്, മറ്റുള്ളവരായിട്ട് നമ്മുടെ സൽപ്പേര് വടിച്ചു കളയുന്നത്. അത് ഫ്രാൻസിസ് സാലസ് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ സംഭവിച്ചാലും നമ്മൾ താടി ഡ്രിം ചെയ്താലും താടി വടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ പൂർവാധികം ശക്തിയോടെ വരും. ചിലർ മുടിക്ക് ഉള്ളു കുറവായതുകൊണ്ട് അവർ തല ഷേവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഷേവ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഉള്ളുള്ള മുടി ഉണ്ടാവും. ഏതാണ്ട് ഇതുപോലെ മറ്റുള്ളവർ നമ്മുടെ സൽപ്പേര് വടിച്ചു കളഞ്ഞാലും അത് പൂർവാധികം ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ സൽപ്പേര് നശിപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നിന്ദാവചനം. നമ്മൾ നിന്ദാവചനം ഉച്ചരിക്കുന്നവരാണെങ്കിൽ, മറ്റുള്ളവരെയോ ദൈവത്തെയോ നിന്ദിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സൽപ്പേര് അതിലൂടെ നഷ്ടമാകും. 1 സാമുവേൽ 2-ാം അധ്യായം 30 വായിച്ചാൽ, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. നമ്മൾ ദൈവത്തെ നിന്ദിച്ചാൽ നമ്മൾ നിന്ദിക്കപ്പെടും. മറ്റുള്ളവരെ നിന്ദിച്ചാലും അത് തന്നെ സംഭവിക്കാം. രണ്ടാമത്തെ കാര്യമാണ് പരദൂഷണം. പ്രഭാഷകൻ 28:13 മുതൽ വായിക്കുമ്പോൾ പരദൂഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശുദ്ധ ബർണാഡ് പറയുന്നുണ്ട്. ഒരാൾ പരദൂഷണം പറയുമ്പോൾ ഈ സർപ്പം ഈ കൊത്തുന്നത് പോലെയാണ്. സർപ്പത്തിൻ്റെ നാവ് സ്പ്ലിറ്റ് ടങ്ങാണ്. അതുകൊണ്ട് തന്നെ 2 സ്ഥലത്ത് മുറിവേൽപ്പിക്കും എന്ന് പറഞ്ഞ പോലെ, നമ്മൾ ആരോട് പരദൂഷണം പറയുന്നോ അവരിലേക്ക് വിഷം കുത്തിവെക്കുന്നു, ആരെക്കുറിച്ച് പരദൂഷണം പറയുന്നോ അവരിലേക്കും വിഷം കുത്തിവെക്കുന്നു. അങ്ങനെ 2 രീതിയിൽ പരദൂഷണത്തിലൂടെ നമ്മൾ വിഷം കുത്തിവെക്കുന്നവരായിട്ട് മാറും. മൂന്നാമത്തേതാണ് വ്യാജ ആരോപണം, തെറ്റായ ആരോപണം. ചിലപ്പം നമ്മുടെ മേൽ അങ്ങനത്തെ ആരോപണം വരാം. വേറെ ചിലർ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരുടെ പേര് നശിപ്പിക്കുന്ന, അവരുടെ മേൽ കുറ്റാരോപണം നടത്തുന്നവർ. മത്തായി 5:11-12 വചനങ്ങളിൽ നമ്മൾ നന്നായിട്ട് ജീവിച്ചിട്ടും അങ്ങനെ ഒരു ആരോപണം വന്നാലും അതിനനുസരിച്ച് ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മേൽ വ്യാജ ആരോപണം നടത്തിയാൽ അത് നമ്മുടെ പേര് നശിപ്പിക്കും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.